പിന്നെ നമ്മളെ വണ്ടിയുടെ ഇന്റീരിയറിൽ പരിപാടികളൊന്നുമില്ല. കാരണം റാലി കാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇന്റീരിയർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. വണ്ടീന്റെ അടിഭാഗം ഫുള്ള് മെറ്റലാണ്. അതുപോലെ അതിന്റെ മുകളിൽ ഒരു കിടിലം പോലത്തെ ഡിസൈനും പരിപാടികളും കൊടുത്തിട്ടുണ്ട്. വണ്ടി ഓവറോൾ ഒരു പ്രീമിയം ഫീലാണ് വണ്ടിക്ക്. അതിന്റെ അലാക്കിന്റെ ലുക്കാണ്. വണ്ടി ആ ഹെഡ്ലൈറ്റ് എല്ലാം കത്തിച്ച് നിൽക്കുമ്പോഴുള്ള ആ ഒരു ലുക്കില്ലേ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മളെ ബോക്സിൽ ഈ വണ്ടീൻ്റെ സ്റ്റിക്കേഴ്സിൻ്റെയും അതുപോലെ പാർട്സിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുമ്പിലും ബാക്കിലൊക്കെ ആയിട്ട് ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മോൺസ്റ്റർ എനർജിയുടെ പോലത്തെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം നമ്മളെ ഫോർഡിൻ്റെ ചിഹ്നത്തിൻ്റെ അകത്ത് റാർലോ നീതിയ പോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. എല്ലാ പരിപാടികളും ഉണ്ട്. സ്റ്റിക്കേഴ്സ് ഇഷ്ടം പോലെ. വെട്ടീൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സ് ഇവർ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ എവിടെ ഒട്ടിക്കേണ്ടത് എനിക്കറിയില്ല കേട്ടോ. ഫോൺ നമ്പർ പോലത്തെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. റാർലോ ഇതെല്ലാം നമ്മളെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു ഇത്രയും വലുതെല്ലാം കൊടുത്തു. പിന്നെ നമ്മളെ യൂസർ മാനുവൽ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മളെ പാർട്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. നമ്മൾ മറ്റേ എന്താ പറയുക, എഞ്ചിനീയറിംഗിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഒക്കെ പോലെ നല്ല അടിപൊളിയായിട്ട് പാർട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക്. പിന്നെ നമ്മളെ പെട്ടിയിൽ വന്നിട്ടുള്ളത് ടയർ കഴിക്കാനുള്ള ആ കുരിശ് പോലത്തെ സ്പാൻഡർ, പിന്നെ 2 എല്ലെങ്കിൽ, പിന്നെ ബ്രേക്ക് പാഡ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതെല്ലാം എന്തിനാണ്? ഇതെല്ലാം വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമേ മനസ്സിലാവും ഇതെല്ലാം എന്തിനാണ്. അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്ട്രാപ്പ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിയുടെ സ്ട്രാപ്പിന് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇടാൻ വേണ്ടിയുള്ള എക്സ്ട്രാ 2 സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. 2 സിപ്പ് ടൈ. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവരുടെ കയ്യിൽ. നമ്മൾ ബാറ്ററി സേഫ് ആയിട്ട് വെക്കാൻ വേണ്ടി ഒട്ടിക്കാനുള്ള പഞ്ഞിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ചാർജർ USB 2, ഈ പിന്നിന്റെ പേര് എനിക്കറിയില്ല. ചാർജറും നമ്മളെ പെട്ടീൻ്റെ അകത്ത് തന്നെയുണ്ട്. വണ്ടി വാങ്ങുമ്പോൾ തന്നെ പെട്ടീൻ്റെ അകത്ത് ബാറ്ററിയും ചാർജറും എല്ലാ പരിപാടികളും വരുന്നുണ്ട്. അത് എനിക്ക് നന്നായിട്ട് തോന്നി.